talked about the area of a rectangle. So which means 5x into 4x equal to 32. രീതിയാണ്. Sir, may I come in? എന്താ ഇന്ന് ഇത്ര ലേറ്റ് ആയത്? Sir, ബസ് വരാൻ ലേറ്റ് ആയി. നീ എല്ലാ ദിവസവും ഒരു കള്ളത്തരം പറച്ചിലുണ്ട്. കള്ളത്തരം പറയാ, കയറി പോടാ. 320 by 20 equal to 16. 16 is equal to Felix. 180 by എടാ, ആ ചെക്കന് ഈ സ്ഥലം അറിയോ? അവനറിയാം, അവൻ ഇതിന് മുന്നേ അവിടെ വന്നിട്ടുണ്ട്. എത്തിയല്ലോ. നീ ഇവിടേക്ക് വരുന്ന ആരെയും കണ്ടോ? സൂക്ഷിക്കണം, പോലീസ് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ചേട്ടാ, എനിക്ക് ആ സാധനം വേണം. എനിക്കതില്ലാതെ പറ്റുന്നില്ല. എനിക്ക് ഈ സാധനമൊക്കെ ഞാൻ തരാം. നീ ആദ്യം ഈ സാധനം ചെയ്യേ, പറഞ്ഞോടുത്തെത്തിക്കും. പോലീസ് പിടിച്ചാൽ ഞങ്ങളുടെ പേര് പറയരുത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല, കേട്ടല്ലോ? എന്നായി വിട്ടോ. നിന്റെ സയൻസ് നോട്ട് എനിക്കും തരണേ, എന്റേത് കംപ്ലീറ്റ് അല്ല. ഇന്നലെ ബാസ്കറ്റ്ബോളിന്റെ ഫൈനൽ സെലക്ഷൻ. അതെ, പക്ഷെ ക്യാപ്റ്റനായ രവി വന്നിട്ടില്ലല്ലോ. അവൻ എന്താ പറ്റിയത്? രവിക്ക് ഈടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്റെ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട്, പക്ഷെ പേടിച്ചിട്ട് ഞാൻ പോയില്ല. അതെ, ഞാനും അവനെ കുറെ ശ്രദ്ധിക്കുന്നുണ്ട്. വേഗം വാ, ബെല്ലടിക്കുന്നവ എന്നെ കോച്ചിനെ കാണണം. ഞാൻ പേര് വിളിക്കുന്ന ഓരോരുത്തരെ മാറിക്കാം കേട്ടോ. രവി എവിടെ? കൊറേ ദിവസം വരാറില്ല. അവനെന്ത് പറ്റി? നന്നായി കളിക്കുന്ന കുട്ടിയല്ലേ. പിന്നെ നമുക്ക് ഉള്ളോടെ സെലക്ട് ചെയ്യാം. നടക്ക്. സാറേ, രവി പോലീസ് പിടിച്ചിട്ടുണ്ട്. പോലീസോ? രവി എവിടെ? നടക്ക്. സാറേ, സാറല്ലേ പറഞ്ഞ അവൻ നന്നായിട്ട് കളിക്കുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി സാറേ? ഇവന് ഞാൻ എന്തിന്റെ കുറവാ വരുത്തിയിട്ടുള്ളേ? അച്ഛൻ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒന്ന് എന്നോട് മിണ്ടിയിട്ടുണ്ടോ? തിരക്കല്ലേ, ഒരിക്കലും തീരാത്ത തിരക്ക്. എന്നിട്ട് ഇപ്പൊ അച്ഛൻ കണക്ക് പറയുന്നത് എന്തിനാ? ഇപ്പൊ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ പറയുന്നത് വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല സ്നേഹം, അവരെ കേൾക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ശ്രമിക്കണം. അധ്യാപകരെ മുതിർന്നവരെ ബഹുമാനിക്കാനും പഠിപ്പിക്കണം. നടക്കടാ മോനെ, മോനെ രവി. അച്ഛാ നടക്ക്.
നമ്മൾ തിരക്കിട്ട് പണത്തിന് പിന്നാലെ പായുമ്പോൾ സന്തോഷത്തിനും സ്നേഹത്തിനുമായി അവർ പല വഴികൾ അന്വേഷിക്കും. അവരെ നോട്ടമിട്ട് കഴുകന്മാർ പുറത്തുണ്ട്, സൂക്ഷിക്കണം.